ഹലോ മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളുടെ സ്വകാര്യതയിൽ നമ്മൾ വലിഞ്ഞു കയറാറുണ്ടോ? എപ്പോഴും അവർ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ നോക്കാൻ പോകാറുണ്ടോ? അവരെ വിശ്വാസമില്ലാത്ത അവസ്ഥ നമുക്കുണ്ടോ? എന്നാൽ ചില കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. എന്തെല്ലാമാണ് കുഞ്ഞുങ്ങളുടെ സ്വകാര്യതയിൽ നമ്മൾ കാണിക്കേണ്ട നന്മകൾ? ഒരു ട്രാൻസ്പെറൻസി സ്ട്രാറ്റജി കുഞ്ഞുങ്ങളോട് കാണിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അവരുടെ പാസ്വേഡുകൾ അവരറിയാതെ മനസ്സിലാക്കുവാനല്ല, പൂർണ്ണമായും അവരെ വിശ്വസിച്ച് അവരോട് വിശ്വസ്തത കാട്ടി അവരോട് ട്രാൻസ്പെറൻസിയോട് ഇടപെടുക. അവർക്ക് നിങ്ങളെ എന്തും കാണിക്കാനുള്ള ഒരു വഴി നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ പ്രൊഡക്റ്റീവ് എന്നുള്ളതാണ്. അവരുടെ പ്ലാനുകൾ എന്താണെന്ന് നേരത്തെ മനസ്സിലാക്കുവാനുള്ള കഴിവ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ ആ കാര്യങ്ങൾ മാതാപിതാക്കളോട് സംസാരിക്കുന്ന രീതിയിലുള്ള ബന്ധങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. ബി പ്രൊഡക്റ്റീവ്. എവിടെ പോകുന്നു, എങ്ങോട്ട് പോകുന്നു, എന്തുവാ അവിടെ എന്നുള്ള കഠിനമായ ചോദ്യങ്ങൾ ചോദിക്കാതെ അവരോട് സൗമ്യമായ രീതിയിൽ പ്രൊഡക്റ്റീവായിട്ട് ഉത്തരം കിട്ടുന്ന തരത്തിലുള്ള ബന്ധങ്ങൾ ബിൽഡ് ചെയ്ത് അവർ ഒരു പ്രൊഡക്റ്റീവായിട്ടുള്ള രീതിയിൽ അവരുടെ കമ്മ്യൂണിക്കേഷൻ ബന്ധം ഉണ്ടാക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം പ്രൈവസി വേഴ്സസ് സീക്രസി എന്നുള്ളതാണ്. പ്രൈവസി എന്ന് പറഞ്ഞാൽ അത് രഹസ്യം അല്ല എന്നുള്ളത് മനസ്സിലാക്കുക. എപ്പോൾ തിരിച്ചു വരും, എന്തോ നീ ഒളിക്കുന്നുണ്ടല്ലോ എന്നുള്ള രീതിയിൽ അവരോട് പെരുമാറുന്ന രീതികൾ മാറ്റുക. അവരൊളിക്കുന്നില്ല, അവരോട് പക്വതയോട് സംസാരിക്കുക. നീ ഒളിക്കേണ്ട ആവശ്യമില്ല, ഞാൻ നിൻ്റെ എന്ത് കാര്യത്തോടും ക്രിയാത്മകമായി പ്രതികരിക്കുമെന്ന് മാതാപിതാക്കൾക്കൊരു ബോധ്യം, കുഞ്ഞുങ്ങളിൽ ഒരു ട്രസ്റ്റ് കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് പ്രൈവസി, സീക്രസി അതിനെ മനസ്സിലാക്കുക മാതാപിതാക്കൾ. നാലാമത്തെ കാര്യം ഒരു ഡിജിറ്റൽ ഡിസിപ്ലിൻ കുഞ്ഞുങ്ങളിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇത്ര സമയം മുതൽ ഇത്ര സമയമാണ് ഫോൺ ഉപയോഗിക്കാൻ കൊടുക്കുന്നത്. അത് അവർ മാന്യമായിട്ട് ഉപയോഗിക്കുക. ചിലപ്പോൾ അതിനകത്ത് അവരൊരു ഗെയിം കളിച്ചേക്കാം, ചിലപ്പോൾ ഫ്രണ്ട്സിനോട് സംസാരിച്ചേക്കാം. അതുകൊണ്ട് ഒരു ഡിജിറ്റൽ ഡിസിപ്ലിൻ, ഒരു ടൈം കൊടുക്കുക. പൂർണ്ണമായ സമയം അവരുടെ ഇരിക്കുന്ന ഒരു ഫോണാണെങ്കിൽ തന്നെയും അതിനകത്തൊരു റെസ്ട്രിക്ഷൻ കൊണ്ടുവരാനും ആ തരത്തിൽ കുഞ്ഞുങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാനും ഒക്കെ ശീലിപ്പിക്കുക എന്നുള്ളതാണ് നാലാമത്തെ കാര്യം, ഡിജിറ്റൽ ഡിസിപ്ലിൻ. അഞ്ചാമത്തെ കാര്യം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് എ ഡിജിറ്റൽ ഡീൽ എന്നുള്ളതാണ്. ഏത് സമയത്തും എപ്പോഴും നിൻ്റെ ഫോൺ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ ഫോൺ എടുത്ത് നമുക്ക് തുറന്നു നോക്കാനുമുള്ള അവകാശം പേരൻസിനുണ്ട് എന്നുള്ളൊരു ഡീൽ. അത് സംശയത്തിൻ്റെ നിഴലല്ല, അതിനുപരിയായി അവരോടുള്ള സ്നേഹത്തിൻ്റെ കരുതലിൽ കൂടിയാണ് എന്ന് മനസ്സിലാക്കുന്നതിന് കുഞ്ഞുങ്ങളെ പ്രേരിപ്പിക്കുക. അവർ കാണിക്കുന്നതെല്ലാം തെറ്റുകളല്ല, അവർ ചെയ്യുന്നത് അവരുടേതായ ലോകത്തിൽ ജീവിക്കുക എന്നുള്ളതാണ്. അത് പേരൻസ് മനസ്സിലാക്കി കുഞ്ഞുങ്ങളോട് വ്യക്തമായി നന്നായിട്ട് ഉപയോഗിച്ച് കൗമാര കാലഘട്ടത്തിൽ അവരെ നന്നായിട്ട് ടാക്കിൾ ചെയ്യാൻ മാതാപിതാക്കൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.